ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ കെംക്യൂയിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫോർമൽ ചാർജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. ഈ ഫോർമൽ ചാർജ് എവിടെയാണ് വരുന്നതെന്നോ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ 11th 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്നതാണ് ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണത്, പക്ഷേ മിക്ക വർഷങ്ങളിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് JEE നീറ്റ് കെയിംസിനെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫോർമൽ ചാർജ് എന്താണെന്ന് അറിയണം. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് ഫോർമൽ ചാർജ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പോളി ആറ്റോമിക് ആയിട്ടുള്ളൊരു അയോണിക് സ്പീഷീസ് ഉണ്ട്, NH4+, അല്ലേ? ഈ NH4+ എന്ന് പറഞ്ഞാൽ അത് ഒരു നൈട്രജനും 4 ഹൈഡ്രജനും വിത്ത് എ പോസിറ്റീവ് ചാർജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പോസിറ്റീവ് ചാർജ് ആരുടെയാണ്? ആ പോസിറ്റീവ് ചാർജ് ഈ നൈട്രജൻ്റെ ആണോ, അതോ അതിന് 4 ഹൈഡ്രജൻ ഇല്ലേ, അതിലേതെങ്കിലും ഒരാളുടെ ആണോ, അതോ ഇനി എല്ലാവർക്കും കുറേശ്ശെ വീതിച്ചു കൊടുത്തേക്കുവാണോ? അതാണ് ഫോർമൽ ചാർജ്. ഒരു പോളിയാറ്റോമിക് ആയിട്ടുള്ള സ്പീഷീസിന് ചാർജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലെ ഓരോ ആറ്റം പൊസസ് ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ അവരുടെ ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്പീഷീസിന് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ O3 എന്ന് പറഞ്ഞാൽ അതിന് 3 ഓക്സിജനാണ് എന്നോർത്ത് അതിൻ്റെ അർത്ഥം 3 ഓക്സിജൻ്റെയും ചാർജ് അതിന് 0 ആണെന്നല്ല. ചിലപ്പോൾ ഒരു ഓക്സിജൻ്റെ ചാർജ് -2, മറ്റൊരു ഓക്സിജൻ്റെ ചാർജ് +2, ഒരു ഓക്സിജൻ്റെ ചാർജ് 0, അതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴായിരിക്കും 0 ആയത്. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ചാർജ്ഡ് ആയിട്ടുള്ളതായിക്കോട്ടെ, പോളിയാറ്റോമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസിലെ ഓരോ ആറ്റവും പൊസസ് ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് പ്രാക്ടിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, തിയററ്റിക്കലി ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം. ഫ്രീ ആറ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഫ്രീ ആറ്റമായിട്ട് അത് ഇരിക്കുമ്പോൾ ഉള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഫ്രീ ആറ്റമായിട്ടിരിക്കുമ്പോൾ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, അതിൻ്റെ ചുറ്റും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, അതിൻ്റെ ചുറ്റും ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിൻ്റെ ഹാഫ്. ഇതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ 1-2 എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ക്ലിയർ? ആദ്യം നമുക്ക് NH4+ തന്നെ നോക്കാം. ഈ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ലൂയി സ്ട്രക്ചർ അറിയണം. ലൂയി സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ NH4+ൻ്റെ ലൂയി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, സെൻട്രൽ ആറ്റം നൈട്രജൻ ആണല്ലോ. നൈട്രജൻ്റെ ചുറ്റും ശരിക്കും 5 ഇലക്ട്രോൺ ഉള്ളത്. നൈട്രജൻ 15th ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ശരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ NH4+ എന്ന് വന്നിരിക്കുന്ന കാരണം, NH4+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി എന്നല്ലേ, അതുകൊണ്ട് നൈട്രജൻ്റെ ചുറ്റും 4 ഇലക്ട്രോണേ പിന്നെ ഉണ്ടാവുള്ളൂ. 1 2 3 4. ആ 4 ഇലക്ട്രോണും ഓരോ ഹൈഡ്രജനുമായിട്ട് അതിൻ്റെ ഓരോ ഇലക്ട്രോണുമായിട്ട് ഇങ്ങനെ ഷെയർഡ് ആയിരിക്കും വിത്ത് എ പോസിറ്റീവ് ചാർജ്. ആ പോസിറ്റീവ് ചാർജ് ആർക്കാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് പോസിറ്റീവ് ചാർജ് എന്നിടാം. കണ്ടോ, ഇതാണ് NH4+ൻ്റെ ലൂയി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് വേണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ. ഫോർമൽ ചാർജ് എല്ലാവർക്കും കണ്ടുപിടിക്കാം, നൈട്രജനും കണ്ടുപിടിക്കാം, 4 ഹൈഡ്രജൻസിനും കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ നൈട്രജൻ്റെ ഫോർമൽ ചാർജാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നൈട്രജൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഇതിൽ നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ അല്ല നോക്കേണ്ടത്. ഇതിലിപ്പോൾ നൈട്രജൻ്റെ ചുറ്റും 4 ഇലക്ട്രോണേ ഉള്ളൂ, പിന്നെ 4 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. അങ്ങനെയല്ല, നൈട്രജൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? വാലൻസ് ഇലക്ട്രോൺ. നൈട്രജൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതിൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 15th ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവും. മൈനസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്ന് നൈട്രജൻ്റെ ചുറ്റും നോക്കിയേ. നൈട്രജൻ്റെ ചുറ്റും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോൺസ് അല്ലേ നോക്കിയേ. നോൺ ബോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല, സോ 0. മൈനസ് ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ചുറ്റും ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എണ്ണി നോക്കിയേ. 2 4 6 8, ടോട്ടൽ 8 ഇലക്ട്രോൺ ബോണ്ടിങ്ങിലിരിക്കുന്നുണ്ട് അല്ലേ. സോ 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ NH4+ലെ ആ +1 ആരുടെ കോൺട്രിബ്യൂഷനാണ്? നൈട്രജൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ NH4+ലെ നൈട്രജൻ്റെ ഫോർമൽ ചാർജ് 1 ആണ്. ഓക്കെ ആണോ? ഹൈഡ്രജൻ്റെ കണ്ടുപിടിക്കാം നമുക്ക്. ഫോർമൽ ചാർജ് ഓഫ് ഹൈഡ്രജൻ ഇതുപോലെ കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1. ആകെ ഹൈഡ്രജൻ 1 അല്ലേ ഉള്ളൂ, 1. മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ്, ഓരോ ഹൈഡ്രജൻ്റെയും ചുറ്റും നോൺ ബോണ്ടിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല, ആകെ ഒരെണ്ണം അല്ലേ ഉള്ളൂ, അത് ബോണ്ടിങ്ങിൽ പങ്കെടുത്തേക്കല്ലേ, സോ നോൺ ബോണ്ടിങ് ഒന്നുമില്ല, 0. മൈനസ് ഹാഫ് ഇൻറ്റു ഓരോ ഹൈഡ്രജനും ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ വീതം ഉണ്ട്? 2 എണ്ണം. കണ്ടോ, ഈ ഹൈഡ്രജൻ്റെ ചുറ്റും 2, ഈ ഹൈഡ്രജൻ്റെ ചുറ്റും 2, ഇതിൻ്റെ ചുറ്റും 2. സോ എല്ലാ ഹൈഡ്രജൻ്റെയും ചുറ്റും 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിലുണ്ട്. സോ ഹാഫ് ഇൻറ്റു 2. ഹാഫ് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1 - 1 0. കണ്ടോ,
സോ ഹൈഡ്രജൻ്റെ ഫോർമൽ ചാർജ് ഇൻ NH4+ ഇസ് 0. ഈ ഹൈഡ്രജൻ്റെ പോലെ തന്നെയല്ലേ ബാക്കിയുള്ള എല്ലാ ഹൈഡ്രജനും ഇരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാ ഹൈഡ്രജൻസിൻ്റെയും ഫോർമൽ ചാർജ് 0 തന്നെയായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഒരേ എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് അവർക്കെല്ലാം ഒരേ ഫോർമൽ ചാർജ് ആയിരിക്കും. അപ്പോൾ NH4+ നൈട്രജൻ്റെ ഫോർമൽ ചാർജ് +1ഉം ബാക്കി 4 ഹൈഡ്രജൻ്റെ ഫോർമൽ ചാർജ് 0ആണ്. അതുകൊണ്ടാണ് ആ മോളിക്യൂളിന് ടോട്ടലി ഒരു പോസിറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഈ ഇക്വേഷൻ പഠിച്ച് അതിലെ ടേംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു എക്സാമ്പിൾ NH4+ഉം മറ്റൊന്നാണ് ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓസോൺ ആണ് പിന്നെ മിക്കപ്പോഴും ചോദിച്ചു കാണുന്ന മറ്റൊരെണ്ണം. ഓസോണിൻ്റെ ഫോർമുല എന്താ? ഓസോൺ ഈസ് O3. ഓസോണിൻ്റെ ലൂയിസ് സ്ട്രക്ചർ ആദ്യം അറിയണം. ഇതാണ് ഓസോണിൻ്റെ ലൂയിസ് സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചറാണ്. ഒരു സൈഡിൽ ഡബിൾ ബോണ്ട്, മറ്റേ സൈഡിൽ സിംഗിൾ ബോണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ്റെ ലോൺ പെയറും കൂടെ വരയ്ക്കണം നമുക്ക്. ഈ ഓക്സിജൻ്റെ ചുറ്റും ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയേ? 2, 4 ഇലക്ട്രോൺ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. ദെൻ 6, 8. ഇപ്പോൾ 2 ലോൺ പെയർ ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. ഈ ഓക്സിജനോ 2, 4, 6. അപ്പോൾ 8 ആവാൻ ഒരു 2 എണ്ണം കൂടി ഉണ്ടാവും. ഇവിടെയോ 2 ഓൾറെഡി ഉണ്ട്. 4, 6, 8. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും 8 ഇലക്ട്രോൺ വീതമായി. അപ്പോൾ നമ്മളത് ബാലൻസ് ചെയ്ത് ലോൺ പെയേഴ്സും മാർക്ക് ചെയ്തു. ഇനി I am designating this oxygen as oxygen number 1, this is oxygen number 2 and this is oxygen number 3. Now I am going to find the formal charge of oxygen number 1. ഓക്സിജൻ നമ്പർ 1 ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഓക്സിജൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? ഓക്സിജൻ ഫ്രീ ആയിട്ട് നിന്നാൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. 16th ഗ്രൂപ്പ് അല്ലേ ഓക്സിജൻ. സോ 6 മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഫസ്റ്റ് ഓക്സിജൻ്റെ ചുറ്റും നോൺ ബോണ്ടിങ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. പെയറിൻ്റെ എണ്ണം അല്ല എഴുതേണ്ടത്, ഇലക്ട്രോണിൻ്റെ എണ്ണം എഴുതേണ്ടത്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ? 1, 2, 3, 4. 4 എണ്ണം നോൺ ബോണ്ടിങ് ആയിട്ട് അതിൽ നിൽക്കുന്നുണ്ട്. സോ -4 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. ഈ ഓക്സിജൻ്റെ ബോണ്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ട്? 2, 4. 2 ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ. സോ 4. അപ്പോൾ എത്ര വരും? 6 - 4 is 2. 2 മൈനസ് ഇത് ക്യാൻസൽ ചെയ്ത് 2 ആയി പോലെ. 2 - 2 is 0. സോ ഫസ്റ്റ് ഞാൻ 1 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ ഫോർമൽ ചാർജസ് 0. ഇതുപോലെ ഓക്സിജൻ നമ്പർ 2ൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ച് നോക്കാം. 2 നല്ല വായിക്കേണ്ടത് ഓക്സിജൻ നമ്പർ 2ൻ്റെ ആട്ടോ, രണ്ടാമത്തെ ഓക്സിജൻ്റെ. എഗെയിൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 മൈനസ് ഇയാൾക്ക് നോൺ ബോണ്ടിങ് ആയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം. -2 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6 എണ്ണം ബോണ്ടിങ്ങിലുണ്ട്. 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 എണ്ണം. അപ്പോൾ 6 - 2 is 4. 4 മൈനസ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 4 - 3 is 1. സോ സെൻട്രൽ ഓക്സിജൻ്റെ ഫോർമൽ ചാർജസ് +1. ഇനി അറ്റത്തുള്ള ഓക്സിജൻ്റെ കൂടെ കണ്ടുപിടിക്കാം. ഫോർമൽ ചാർജ് ഓഫ് O3 എഗെയിൻ 6 ആണ്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. മൈനസ് നോൺ ബോണ്ടിങ് ആയിട്ടുള്ളത് 1, 2, 3, 4, 5, 6 എണ്ണം നോൺ ബോണ്ടിങ് ആണ്. മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ 2 എണ്ണേ ഉള്ളൂ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1 വരും. 6 - 6 0. 0 - 1 is -1. കണ്ടോ? ഓസോണിൻ്റെ നമ്മൾ വിചാരിച്ചേക്കുന്നത് എന്താ? ഓസോൺ ന്യൂട്രൽ ആയതുകൊണ്ട് ഓസോണിലുള്ള എല്ലാ ഓക്സിജൻ്റെയും ചാർജ് 0 ആണെന്ന്. പക്ഷേ ഓസോണിലെ എല്ലാ ഓക്സിജനും 0 ചാർജ് അല്ല. ഓസോണിൽ ഫസ്റ്റ് ഓക്സിജൻ, ഈ ഡബിൾ ബോണ്ടിൽ ഇരിക്കുന്ന ഓക്സിജന് 0 ചാർജ് ആണ്. സെൻട്രൽ ഓക്സിജന് +1 ആണ്. അറ്റത്തെ ഓക്സിജന് സിംഗിൾ ബോണ്ടിൽ ഇരിക്കുന്ന ഓക്സിജന് -1 ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഓസോൺ ടോട്ടലി ന്യൂട്രലായി പോകുന്നത്. ഓസോൺ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. മാർക്ക് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നോക്കി വെച്ചേക്കാം കേട്ടോ. ഇത് കാണാതെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓസോണിലെ 3 ഓക്സിജൻ്റെ ഫോർമൽ ചാർജുകൾ കാണാതെ പഠിച്ചാൽ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. പക്ഷെ കാണാതെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്ത പോലെ അവർ ഇങ്ങനെ തന്നെ 1, 2, 3 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ 1 എന്ന് ഇതിനെ 2 എന്ന് 3 ABC അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഡബിൾ ബോണ്ട് അപ്പുറത്തേക്ക് മാറ്റിയാലും നിങ്ങൾ കാണാതെ പഠിച്ച ഫോർമൽ ചാർജ് തെറ്റിപ്പോവും. അതുകൊണ്ട് ആ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫോർമൽ ചാർജ് കാണാതെ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ. മിക്കപ്പോഴും ഓസോൺ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ? ഒരെണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ അത്ര കോമൺ ആയിട്ട് ചോദിക്കാറില്ല, എങ്കിലും ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഏതാ ചോദിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഈസ് SO4 - സൾഫേറ്റ് അയോൺ. സൾഫേറ്റ് അയോണിൽ സൾഫറിൻ്റെ കണ്ടുപിടിക്കാനായിരിക്കും മിക്കവാറും ചോദിക്കാം. സൾഫേറ്റ് അയോണിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കണം. ലൂയിസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സൾഫേറ്റിൽ 2 ഓക്സിജൻ ഡബിൾ ബോണ്ടും 2 ഓക്സിജൻ സിംഗിൾ ബോണ്ടുമാണ്. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ SO4 2- എന്നല്ലേ. സൾഫറിൻ്റെ ചുറ്റും 4 ഓക്സിജൻ ഉണ്ടെന്ന് അർത്ഥം.
2- എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ മൈനസ് അല്ലെങ്കിൽ 2 എണ്ണം മൈനസ് ചാർജാണ്. അപ്പോൾ മൈനസ് ചാർജ് ഉള്ള ഓക്സിജൻ അല്ലെങ്കിൽ മൈനസ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഓക്സിജന് സിംഗിൾ ബോണ്ട് ഇടുക, ബാക്കിയുള്ളവർക്ക് ഡബിൾ ഇടുക. അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. SO4 സ്ട്രക്ചർ ഇങ്ങനെ പഠിക്കാം. ഇനി നമുക്ക് ഫോർമൽ ചാർജ് ഓഫ് സൾഫർ കണ്ടുപിടിച്ച് നോക്കാം. ഫോർമൽ ചാർജ് ഓഫ് സൾഫറിൻ്റെ ഫോർമൽ ചാർജ്. അതിന് മുമ്പ് സൾഫറിൻ്റെ ചുറ്റും ലോൺ പെയർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സൾഫറിൻ്റെ ബാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് അല്ലേ? 1 2 3 4 5 6 6 എണ്ണം പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. സോ ലോൺ പെയർ ഇലക്ട്രോൺസ് ഒന്നും സൾഫറിൻ്റെ ചുറ്റും ഉണ്ടാവില്ല. ഇനി ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിജൻ്റെ ചുറ്റും ലോൺ പെയർസ് ഇടണം. ഈ ഓക്സിജൻ ഇപ്പോൾ 2 ഇലക്ട്രോൺ ആണല്ലേ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 4 6 8 കണ്ടോ? അങ്ങനെ ഓരോ ഓക്സിജൻ്റെയും നിങ്ങൾ മാർക്ക് ചെയ്യണം. സൾഫറിൻ്റെ ഫോർമൽ ചാർജ് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ വരും? സൾഫറിൻ്റെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 16th ഗ്രൂപ്പ് അല്ലേ, മൈനസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. സൾഫറിൻ്റെ ചുറ്റും നോൺ ബോണ്ടിങ് ഒന്നുമില്ല, സോ 0 മൈനസ് ഹാഫ് ഇൻറ്റു സൾഫറിൻ്റെ ചുറ്റുമുള്ള ബോണ്ടിങ് ഇലക്ട്രോൺസ്. നോക്കി, ഓരോ ബോണ്ടും 2 ഇലക്ട്രോൺ ആണ് കേട്ടോ. 2 4 6 8 10 12 ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 6 minus 6 is 0. So formal charge of sulfur in sulfate ion or SO4 ion is 0. കണ്ടോ? ഇതുപോലെ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുക. സൾഫേറ്റ് അയോണിൽ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് 4 ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ച് നോക്കുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ 2 ഓക്സിജനും ഒരേ ഫോർമൽ ചാർജും ഈ 2 ഓക്സിജനും ഒരേ ഫോർമൽ ചാർജും ആയിരിക്കും. അപ്പോൾ 4 ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് ഇത് ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 -2 ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഞാൻ നോക്കട്ടെ എത്ര പേര് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ വേറെ മോളിക്യൂൾസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഫോസ്ഫേറ്റ് PO4 3- ഫോസ്ഫറസിൻ്റെയും ഓക്സിജൻ്റെയും ഫോർമൽ ചാർജുകൾ കണ്ടുപിടിച്ച് നോക്കാം. CO3 2- കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഫോർമൽ ചാർജുകൾ കണ്ടുപിടിച്ച് നോക്കാം. ഇതെല്ലാം നിങ്ങളൊരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വൺസ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഫോർമൽ ചാർജ് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ തള്ളിക്കളയരുത്, ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.